Hi dear students, +1 സുവോളജിയിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, അതായത് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥ, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തെ രക്തസംവഹന വ്യവസ്ഥ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആൾസോ കോൾഡ് ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. ഓക്കെ, അതായത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ മറ്റൊരു പേരും കൂടെ വിളിക്കാറുണ്ട്. എന്താണ്? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പേശി നിർമ്മിതവും അറകളോട് കൂടിയതുമായിട്ടുള്ള ഒരു ഹൃദയം. ഓക്കെ, അതായത് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഒരു മസിൽ നിർമ്മിതമായിട്ടുള്ള, അതായത് മസ്കുലർ, ഓക്കെ, മസ്കുലർ ചേംബേർഡ് ഹാർട്ട്, എ നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ്. ഓക്കെ, അതായത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? The vascular system consists of muscular chambered heart, a network of closed branching blood vessels and blood, the fluid which is circulated. അപ്പോൾ ബ്ലഡ് ഉണ്ട്, പിന്നെ ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ് ഉണ്ട്, ദെൻ ചാമ്പേർഡ് ഹാർട്ട് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. മറ്റുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ബേസിക് ആയിട്ട് അറിയാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പെരിക്കാർഡിയം. എന്താണ് പെരിക്കാർഡിയം? ഹ്യൂമൻ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ വാൾഡ് മെംബ്രേനിയസ് ബാഗ് കോൾഡ് പെരിക്കാർഡിയം എൻക്ലോസിങ് ദ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് എന്താണ് പെരിക്കാർഡിയം? ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ഒരു ഇരട്ട സ്തരം കൊണ്ടാണ്. ഓക്കെ, ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് ഇരട്ട സ്തരത്താൽ നിർമ്മിച്ച ഒരു സഞ്ചി പോലെ അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഓക്കെ, ഒരു ബാഗ്, മെംബ്രേനിയസ് ബാഗ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഇരട്ട സ്തരങ്ങളുള്ള പെരിക്കാർഡിയം, ഓക്കെ, ഈ ഇരട്ട സ്തരത്തിന് പറയുന്ന പേരാണെന്ത്? പെരിക്കാർഡിയം. ഇനി ഈ ഒരു സ്തരങ്ങൾക്കിടയിൽ ഈ ഒരു മെംബ്രേനിയസ് അതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഹാർട്ടിനെ എൻക്ലോസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡബിൾ വാൾഡ് മെംബ്രേനിയസ് ബാഗിനെ വിളിക്കുന്ന പേരെന്താണ്? പെരിക്കാർഡിയം. ഓക്കെ, ആ ഒരു പെരിക്കാർഡിയത്തിൻ്റെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ചും അതിൻ്റെ വാൾവുകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ട്രൈക്കസ്പിഡ് വാൾവ്. എന്താണ് ട്രൈക്കസ്പിഡ് വാൾവ്? The opening between the right atrium and the right ventricle is guarded by a valve formed of 3 muscular flaps or cusps called the tricuspid valve. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 283 ഹാർട്ടിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുമ്പോൾ ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രൈക്കസ്പിഡ് വാൾവ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം എവിടെയെന്നുള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലേ, ഏട്രിയം മുകളിലായിട്ടാണ്, വെൻട്രിക്കിൾ എവിടെയാണ്? താഴെയായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ചാമ്പറിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിന്
ഒരു വാൾവായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാൾവ് 3 മസ്കുലർ ഫ്ലാപ്സ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രൈക്കസ്പിഡ് വാൾവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ട്രൈക്കസ്പിഡ് വാൾവ് കാണപ്പെടുന്നത് എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് ട്രൈക്കസ്പിഡ് വാൾവ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. ഇനി then bicuspid valve or mitral valve. The opening between the left atrium and the left ventricle is guarded by a valve called bicuspid or mitral valve guards. Okay, അപ്പോൾ ഈ ഒരു ട്രൈക്കസ്പിഡ് വാൾവ് പറഞ്ഞ പോലെ തന്നെ അത് ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് ഈ ഒരു ബൈക്കസ്പിഡ് വാൾവ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വാൾവ് ഏതാണ്? സെമി ലൂണർ വാൾവ്സ്. The opening of the right and the left ventricles into the pulmonary artery and the aorta respectively are provided with the semi-lunar valves. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ശുദ്ധരക്തവും അശുദ്ധരക്തവും ഏതൊക്കെ ചാമ്പറിലാണ് വന്ന് നിറയുന്നത്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്ത് പറയുന്നില്ല, അറിയാത്തവരൊന്ന് പഠിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമി ലൂണാർ വാൾവ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസ് അല്ലേ, അതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിലാണ്. അത് റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസിൻ്റെ ഓപ്പണിങ്ങിലാണ്. അതായത് പൾമണറി ആർട്ടറിയിലേക്കും അതുപോലെ തന്നെ അയോട്ടയിലേക്കുമാണ്. അതായത് റൈറ്റ് വെൻട്രിക്കിൾ എവിടെ? റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ആ ഒരു സെമി ലൂണാർ വാൾവ്സ് എങ്ങോട്ടാണ് കടക്കുന്നത്? പൾമണറി ആർട്ടറിയിലേക്കും. ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെത് എങ്ങോട്ടാണ് തുറക്കുന്നത്? അയോട്ടയിലേക്കുമാണ് തുറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാൾവ്സ് 3 ടൈപ്സ് ഓഫ് വാൾവ്സ് അല്ലേ? ട്രൈക്കസ്പിഡ് വാൾവ്, ബൈക്കസ്പിഡ് വാൾവ് ആൻഡ് സെമി ലൂണാർ വാൾവ്സ്. ഇതൊക്കെ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ ഈ സെമി ലൂണാർ വാൾവ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും അതായത് യഥാക്രമ ശ്വാസകോശ ധമനിയിലേക്ക്, അതായത് പൾമണറി ആർട്ടറി. ഓക്കെ, പൾമണറി ആർട്ടറിയാണ് എന്ത്? ശ്വാസകോശ ധമനി. അതുപോലെ തന്നെ മഹാധമനി, അയോട്ട എന്ന് പറഞ്ഞാൽ മഹാധമനിയാണ്. അപ്പോൾ ഈ ഒരു വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളും യഥാക്രമം ശ്വാസകോശ ധമനിയിലേക്കും മഹാധമനിയിലേക്കും തുറക്കുന്ന ആ ഒരു ഓപ്പണിങ്ങിൽ കാണപ്പെടുന്ന വാൾവുകളെയാണ് സെമി ലൂണാർ വാൾവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെമി ലൂണാർ വാൾവ്സ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ഹാർട്ട്. അതായത് ഒരു മനുഷ്യ ഹൃദയം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദ എൻ്റയർ ഹാർട്ട് ഈസ് മെയ്ഡ് ഓഫ് കാർഡിയാക് മസിൽ. ഓക്കെ, അപ്പോൾ ഏത് മസിൽ കൊണ്ടാണ് ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? കാർഡിയാക് മസിൽ കൊണ്ടാണ് ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് മസിലാണ്? കാർഡിയാക് മസിൽ. അതുപോലെ തന്നെ ആ ഒരു ഹാർട്ടിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള ബാഗിനെ വിളിക്കുന്ന പേരെന്താണ്? പെരികാർഡിയം. അപ്പോൾ ഈ ഒരു കാർഡിയാക് മസിലും പെരികാർഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പെരികാർഡിയം എന്താണ്? ആ ഒരു ഹാർട്ടിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിൻ ആണ് ഇത് പെരികാർഡിയം. അതുപോലെ തന്നെ ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മസിലാണ്? കാർഡിയാക് മസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറരുത് കേട്ടോ. Then the entire heart is made of cardiac muscles. The walls of ventricles are much thicker than that of atria. Okay, അപ്പോൾ നമുക്കറിയാം ഹൃദയത്തിൻ്റെ എല്ലാ ഭാഗവും ഹൃദയപേശികൾ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വെൻട്രിക്കിളുകളുടെ ഭിത്തികൾ, വാള് ഏട്രിയങ്ങളുടെ ഭിത്തികളേക്കാൾ കട്ടി കൂടിയതാണ്. ഓക്കെ, the walls of ventricles are much thicker than that of the atria. Okay, a specialized cardiac musculature called a nodal tissue is also distributed in the heart. Okay, ഒരു പ്രത്യേകതരം കലകൾ ഹൃദയപേശിയിലും അതുപോലെ തന്നെ ഹൃദയത്തിലും വിന്യസിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രത്യേകതരം കലകൾ നമ്മുടെ
ഹൃദയപേശിയിലും ഹൃദയത്തിലും വിന്യസിച്ചിട്ടുണ്ട്. അവയെ വിളിക്കുന്ന പേരാണെന്ത്? നോഡൽ ടിഷ്യൂസ്. ഓക്കെ, ഇപ്പം നോഡൽ ടിഷ്യൂസ് എന്താണ്? ഒരു പ്രത്യേകതരം ടിഷ്യൂസ് ആണ്. അവ ഹൃദയത്തിലും ഹൃദയപേശികളിലും അവ വിന്യസിച്ചിട്ടുണ്ട്. The next, a patch of this tissue is present in the right upper corner of the right atrium called the sinoatrial node. ഓക്കെ, അപ്പോൾ ഒരു വലത് ഏട്രിയത്തിൻ്റെ മുകളിലെ ഒരു ഏകദേശം ഒരു റൈറ്റ് കോർണറിലായിട്ട്, ഓക്കെ, റൈറ്റ് അപ്പർ കോർണറായിട്ട് ഈ ഒരു നോഡൽ കലകളുണ്ടല്ലോ, നോഡൽ ടിഷ്യൂസിൻ്റെ ഒരു ചെറിയ ഭാഗം കാണപ്പെടുന്നുണ്ട്. ഇതിനെ എന്താണ് വിളിക്കുന്നത്? സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, SAN, അതായത് സൈനോ ഏട്രിയൽ നോഡ്. അപ്പോൾ ഈ ഒരു SA നോഡ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്താണ് SA നോഡ് കാണപ്പെടുന്നത്. ഓക്കെ, the next, the another mass of this tissue is seen in the lower left corner of the right atrium close to the atrioventricular septum called the atrioventricular node. ഈ ഒരു SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് കാണുന്നത് പോലെ തന്നെ വേറെ ഈ ഒരു റൈറ്റ് ഭാഗത്ത്, ഈ റൈറ്റ് ചാമ്പറിൽ, വലത് ഏട്രിയത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ താഴെ ഇടത് മൂലയിൽ ഏട്രിയോ വെൻട്രിക്കുലാർ ഭിത്തിക്ക് അടുത്തായിട്ട് ഈ ഒരു നോഡൽ ടിഷ്യൂസിൻ്റെ മറ്റൊരു കൂട്ടം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നോഡൽ ടിഷ്യൂസ് എന്താണ്? ആ ഒരു ഹാർട്ടിനെയും പിന്നെ ഹാർട്ടിൻ്റെ ആ ഒരു മസിൽസിനെയും പൊതിഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ടിഷ്യൂസാണ്. അതിനെയാണ് നോഡൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോഡൽ ടിഷ്യൂസ് ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വലത് ഏട്രിയത്തിൻ്റെ മുകളിലെ വലത്തെ മൂലയിലായിട്ട് ഈ ഒരു നോഡൽ ടിഷ്യൂസിൻ്റെ കുറച്ച് ഭാഗം ഒരു കൂട്ടം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് വിളിക്കുന്നത്, അതുപോലെ ഓർ SA നോഡ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് കാണപ്പെടുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിൻ്റെ താഴെ ഇടത് മൂലയിൽ ഏട്രിയോ വെൻട്രിക്കുലാർ ഭിത്തിക്ക് അടുത്തായിട്ട് ഈ ഒരു നോഡൽ ടിഷ്യൂസിൻ്റെ മറ്റൊരു കൂട്ടം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഓർ AV നോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്? എ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിൻ്റെ ആ ഒരു കണ്ടക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ഒരു ഹാർട്ടിനെയും ഹാർട്ടിൻ്റെ ഭാഗങ്ങളെയും ഒക്കെ കവർ ചെയ്തിട്ടുള്ള ടിഷ്യൂസ്, നോഡൽ ടിഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ AV നോഡ്, SA നോഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് എ ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ്, atrioventricular bundle or AV bundle, continues from the AV node which passes through the atrioventricular septa to emerge on the top of the interventricular septum and immediately divides into a right and left bundle. These branches give rise to minute fibers throughout the ventricular musculature of the respective sides and are called Purkinje fibers. These fibers along with right and left bundles are known as bundle of His. അതായത് നമ്മൾ AV നോഡ്, SA നോഡ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു അല്ലേ. ഇനി ഈ ഒരു കെട്ട് നമുക്കറിയാം, നോഡൽ തന്തുക്കൾ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡിൻ്റെ തുടർച്ചയായി രൂപപ്പെടുന്നുണ്ട്. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു AV ബണ്ടിൽ അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ ഏട്രിയോ വെൻട്രിക്കുലാർ അവയുടെ ആ ഒരു ഭിത്തിയിലൂടെ സഞ്ചരിച്ച് വെൻട്രിക്കിളിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇന്റർ വെൻട്രിക്കുലാർ ഇടഭിത്തിക്ക് മുകളിലായി എത്തിച്ചേരുന്നു. അവിടെ വെച്ച് അവ രണ്ടായി പിരിഞ്ഞ് ഒരു റൈറ്റ് ബണ്ടിലും ഒരു ലെഫ്റ്റ് ബണ്ടിലായിട്ട് മാറപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഈ ഒരു ബ്രാഞ്ചുകൾ ചെറിയ നാരുകളായി ഇരുവെൻട്രിക്കിളുകളുടെയും വശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ,
ആ ഒരു യെല്ലോ ആരോ മാർക്ക് ഇട്ട് ശ്രദ്ധിക്കുക. ഇരുവശങ്ങളിലേക്കും നാരുകളായിട്ട് അവ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ എന്താണ് വിളിക്കുന്നത്? പർക്കിൻജെ ഫൈബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാരുകൾ എന്താണ് വിളിക്കുന്നത്? ഈ ഒരു ഫൈബേഴ്സിനെ എന്താണ് വിളിക്കുന്നത്? പർക്കിൻജെ ഫൈബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഒരു പർക്കിൻജെ ഫൈബേഴ്സും അതുപോലെ തന്നെ റൈറ്റ് ബണ്ടിലും ലെഫ്റ്റ് ബണ്ടിലും കൂടിച്ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? ബണ്ടിൽ ഓഫ് ഹിസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, the nodal musculature has the ability to generate action potentials without any external stimuli. That is, it is auto-excitable. Hence, human heart is called myogenic. However, the number of action potentials that could be generated in a minute vary at different parts of the nodal system. അതായത് ഇവിടെ പറഞ്ഞ എന്താണ്? ദ നോഡൽ മസ്കുലേച്ചർ ഹാസ് ദി എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതായത് യാതൊരു ബാഹ്യ പ്രേരണ, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസും ഇല്ലാതെ ഒരു പ്രവർത്തനശേഷി, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്വയം ഉത്തേജിതമായ ഒരു കൂട്ടം പേശി നിർമ്മിത ഭാഗമാണ് എന്ത്? നോഡുകൾ. ഓക്കെ, അതാണ് നോഡൽ മസ്കുലേച്ചർ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരു മിനിറ്റിൽ നോഡൽ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവർത്തന ശേഷിയുടെ എണ്ണം വ്യത്യാസമായിരിക്കും. ഓക്കെ, then the SA node can generate the maximum number of action potentials, that is 70 to 75 minutes, and is responsible for initiating and maintaining the rhythmic contractile activity of the heart. Therefore, it is called the pacemaker. Okay, അതായത് ഒരു മിനിറ്റിൽ നോഡൽ വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രവർത്തനശേഷിയുടെ എണ്ണം വ്യത്യാസമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ SA നോഡുകൾക്കാണ് പരമാവധി പ്രവർത്തനശേഷി, അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ SA നോഡുകളിൽ നിന്നാണ് ആ ഒരു ഹാർട്ടിൻ്റെ ഒരു താളാത്മകമായിട്ടുള്ള ആ ഒരു ഭാഗം തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അതായത് മിനിറ്റിൽ 70 മുതൽ 75 വരെയാണ് ഈ ഒരു പ്രവർത്തനശേഷി ഉണ്ടാവുന്നത്. ഇതാണ് ഹൃദയത്തിൻ്റെ ആ ഒരു റിതമാറ്റിക് ആയിട്ടുള്ള ആ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഓക്കെ, റിതമിക് കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മിനിറ്റിൽ 70 to 75 വരെയാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ പേസ് മേക്കർ. ഓക്കെ, അതുകൊണ്ട് ഇതിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? SA നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പേസ് മേക്കർ എന്ന് വിളിക്കുന്നത് ഏത് ഭാഗത്തിനെയാണ്? SA നോഡിനെയാണ്. അവിടെ നിന്നാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഹാർട്ടിൻ്റെ റിതമിക് ആയിട്ടുള്ള കൺട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ഹാർട്ടിൻ്റെ ആ ഒരു കണ്ടക്റ്റീവ് സിസ്റ്റം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയാണ്? SAN എന്ന് പറഞ്ഞാൽ എന്താണ്? SA നോഡ് അല്ലേ? അപ്പോൾ SA നോഡിൽ നിന്നാണ് എന്ത് ആരംഭിക്കുന്നത്? ഒരു മാക്സിമം ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നത്. ഓക്കെ, പിന്നെ അത് എങ്ങോട്ട് പോകുന്നുണ്ട്? AV നോഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ AV നോഡ് നമുക്കറിയാം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്പ്ലിറ്റായി പോകുന്ന മൊത്തമായിട്ട് പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, ഇനി അത് പർക്കിൻജെ ഫൈബേഴ്സ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ കണ്ടക്റ്റീവ് സിസ്റ്റം ചോദിച്ചാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമുക്കത് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സമ്മറൈസ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ.